சாமியே ஐயப்போ சாமியோ ஐயப்போ நட்டவனாரப்பா. ஓ സോറി അത് சாமியே ஐயப்போ ஐயப்போ சாமியே ஐயப்ப சரணம் சாமி ശരണം. മലമ്പുഴ അല്ല, ഊട്ടി. ഊട്ടി വഴി ഗോവ അല്ല മസിനഗുഡി വഴി ഊട്ടി യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വിത്ത് ഗ്രേറ്റ് സൽമാൻ ഗോപാൽ സ്വാമിപ്പേട്ടിലേക്ക് മനോഹരമായ ഒരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മാഷക്കാണെങ്കിൽ പൂടി നടക്കാനാണ് ഇഷ്ടം. നമുക്ക് അതല്ല ഇഷ്ടം. നമുക്ക് ഈ ഡ്രസ് കൂടി അയച്ചിട്ട് എങ്ങനെ പോവാന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. മാഷ് ഈ ഡ്രസ് കൂടി എങ്ങനെ കവർ ചെയ്ത് പോവാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് ചായ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറച്ച് ചായ കുടിച്ച് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് മാക്സിമം തമിഴ്നാടിൻ്റെ ഈ ഒരു എന്താ പറയുക അഴക് സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചു. അത് വേണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു സ്ഥലത്തുനിന്ന് വാരി വലിച്ച് കഴിച്ചാല് രസം ഉണ്ടാവില്ല. ഓരോ പല ഫുഡ് കഴിക്കുന്നു, ആസ്വദിച്ച് പോകുന്നു. ലഹരി ഒന്നും തീരുമാനിച്ചില്ല, പോയതാണ്. ഏതായാലും നമ്മളെ ഊട്ടിയിലുള്ള വഴികളിൽ നല്ല മനോഹരമായിട്ടുള്ള ചായ അല്ലേ, ഊട്ടി ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ചിട്ട് ഫസ്റ്റ് യാത്ര തുടങ്ങുകയാണ്. രുചി ശരിക്കും അറിയുന്നത് ഈ തണുപ്പത്താണ്. അങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആയിട്ടില്ല. നമ്മൾ ഗുഡലൂർ എത്തുന്നവരെ ചിന്തിക്കാനുള്ള സമയമുണ്ട്, എന്നിട്ടാണ് തീരുമാനിക്കും. സേവ് മൈൻഡ് ഫൗണ്ടേഷന്റെ ഓൾ ഇന്ത്യ ചെയർമാൻ ഷാബു ചാത്തല്ലൂർ ഞങ്ങൾ ഇന്ന് ഒരു പ്രകൃതിയിലൂടെ ഉള്ളൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. കാരണം നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാണെന്ന് വിചാരിക്കും നമ്മളെ മിസ്റ്റേക്ക് അല്ലേ. ഇതൊക്കെ എന്താ രസം. ഇതെന്ത് ചായത്തോട്ടല്ലേ? ഇത് ചായത്തോട്ടം, മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിലൂടെ. അതെ എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. ഞങ്ങൾ ഇതിലെങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രകൃതിനെ രണ്ടായി കാണുന്നതാണ് നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ മാഷെ? പ്രകൃതി ഈ ഓണർ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. പുള്ളി ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. അതെ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വേറെ ഉണ്ട്, ഞാൻ താമസിക്കാന്ന് പറഞ്ഞാല് ആൾക്കാർ വിചാരിക്കും ഞാൻ ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ല. എന്നാലും അപ്പൊ ഞങ്ങൾ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് പോകും, പിന്നെ രണ്ടാം ദിവസം വീണ്ടും തിരിച്ചു വരും. ഓക്കെ, അത് മനോഹരമാണ് ഇവിടുത്തെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ജീവവായുവായിട്ടുള്ള ഓക്സിജന് അത് എന്തൊരു ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. മൈൻഡ് ഫൗണ്ടേഷൻ്റെ എന്താ പറയുക ഓൾ ഇന്ത്യ ലീഡർ അല്ലേ നിങ്ങൾ, ചെയർമാൻ. അപ്പോൾ ഞങ്ങളൊരു നേച്ചർ വാക്കിന് ഒരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ഖലീൽ സാർ, അദ്ദേഹം വളരെ വളരെ വലിയൊരു യാത്രയിലാണ്, പ്രകൃതിയെ അറിയുക എന്നുള്ളൊരു യാത്രയിലാണ്. ആ മനുഷ്യനങ്ങനെ ആസ്വദിക്കുകയാണ്, പ്രകൃതിയിലൂടെ നടന്ന് വളരെ 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 ആസ്വാദ്യകരമായിട്ട് ഈ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടീ എസ്റ്റേറ്റിലേക്ക്, ഒരു തേയിലത്തോട്ടത്തിലെ ഒരു ഉടമ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു 2 ദിവസം താമസിച്ച് പോകാൻ വേണ്ടിയിട്ട്. വലിയൊരു ചായത്തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു ബംഗ്ലാവിലാണ് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷെ വന്ന സമയം മുതൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനായിട്ടില്ല. ഇദ്ദേഹം ഇവിടെ റൂമിലിരിക്കാനോ അല്ലെങ്കിൽ ഈ ബംഗ്ലാവ് ആസ്വദിക്കാനോ ഒന്നുമല്ല. ഈ തോട്ടത്തിലൂടെ നടന്ന് തോട്ടത്തിലെ ഓരോ രഹസ്യങ്ങളും തോട്ടത്തിൻ്റെ ഓരോ മനോഹാരിതകളും അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ ഗാഡ്ജറ്റുകളിൽ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേക ആസ്വാദന ശൈലി. ഇങ്ങനെയാണ് നമ്മളെ പ്രിയപ്പെട്ട ഖലീൽ ഡോക്ടർ. സന്തോഷവാനാണ് അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വളരെ മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വളരെ വലിയ പച്ചക്കട്ടയാണ്.
ഈ പച്ചക്കട്ടകൾ അടുക്കി വെച്ച പോലെയുള്ള ഈ ഒരു തോട്ടത്തിൻ്റെ നടുക്കാണ് ഞങ്ങളുള്ളത്. വളരെ സന്തോഷം. ഇത് ഗൂഡല്ലൂരിൻ്റെ അടുത്തായിട്ടുള്ള ഒരു തോട്ടമാണ്. വളരെ വലിയൊരു ഏരിയയാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ ഒരു മനോഹാരിത വളരെ അടുത്തറിയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് വല്ലാതെ ഞങ്ങൾ പോയിട്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിലൂടെ നടക്കുന്ന പോലെയല്ല. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ വല്ലതും പതുങ്ങിയിരിക്കുന്നുണ്ടോ, ആക്രമിക്കപ്പെടുമോ എന്നൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് നല്ല തെളിച്ചമുള്ള റോഡിലൂടെ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു.